Hi all, so welcome back to SAS Academies. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ളതിലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എസ് ആൻഡ് പി ബ്ലോക്ക് എലിമെൻറ്റ്സിനെ പറ്റി അല്ലെങ്കിൽ എസ് ആൻഡ് പി ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി പറയാം. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പീരിയോഡിക് ടേബിൾ കാണുന്നുണ്ട്. പീരിയോഡിക് ടേബിളിലെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവസാനത്തെ ഇലക്ട്രോണുകൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അവസാനമായിട്ട് ഇലക്ട്രോൺ പോകുന്നത് ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലേക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്താന്ന് പറയുന്നത് അതിനെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ കാണാൻ കഴിയും. അപ്പം ഡി ബ്ലോക്ക് മൂലകങ്ങളെ നമ്മൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇവർ തന്നെ നമുക്ക് 4 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് 3D സീരീസ്. 3D സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത് 3D സബ്ഷെല്ലിലേക്കാണ്. 4D സീരീസ് ആണെങ്കിൽ അവസാന ഇലക്ട്രോൺ പോകുന്നത് 4D സബ്ഷെല്ലിലേക്കായിരിക്കും. അതുപോലെ 5D ആൻഡ് 6D സീരീസ് ഉണ്ട്. അതായത് പീരിയോഡിക് ടേബിളിൽ നമ്മൾ പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ 4th 5th 6th 7th ഇങ്ങനെയാണ് പീരീഡ് വരുന്നത്. 3D സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th പീരീഡിൽ നിന്നാണ്. അതുപോലെ 6D സീരീസ് ആണെങ്കിൽ അതുള്ളത് എവിടെയാണ്? 7th പീരീഡിലാണ്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് പീരീഡ് ആണെന്നുണ്ടെങ്കിൽ 4 മുതൽ 7 വരെയുള്ള പീരീഡ്. ഓക്കെ, ഇതാണ് ആരെ കാണുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങളെ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിനെ അല്ലാന്നുണ്ടെങ്കിൽ സംക്രമണ മൂലകങ്ങളെ കാണുന്നത്. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങളെ കാണുന്നത്. ഓക്കെ, സോ നോക്കൂ, നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലിമെൻറ്റ്സ് നിങ്ങൾ കണ്ടതാണ്, നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട് ഞാൻ. ഹൈഡ്രജൻ മുതൽ സീസിയം വരെയുള്ള മൂലകങ്ങളാണ് എടുത്തത് അല്ലേ. എല്ലാത്തിൻ്റെയും അവസാനത്തെ സബ്ഷെല്ല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ആണ് അല്ലേ. എല്ലാ അവസാന എസ് സബ്ഷെല്ലിലും എന്താണുള്ളത്? ഒരൊറ്റ ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഓക്കെ, അതായത് ബാഹ്യതമ സബ്ഷെല്ലുകൾ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഗ്രൂപ്പിൽ തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരും തോറും എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഈക്വലാണ്. നമുക്കറിയാം, ഒരു രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷനും ആയിക്കോട്ടെ അതെന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ ഒന്നുകിൽ വിട്ടുകൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്വീകരിക്കും. ഇലക്ട്രോണുകളുടെ എക്സ്ചേഞ്ച് ആണ് സത്യത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രോണുകൾ എപ്പോഴും എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? എപ്പോഴും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത് അല്ലേ. ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എല്ലാ മൂലകങ്ങളുടെയും അവസാനത്തെ ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോൺ ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പിൽ ഓക്കെ, എസ് ബ്ലോക്ക് ആയാലും ശരി പി ബ്ലോക്ക് ആയാലും ശരി ഒരു ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ എങ്ങനെയായിരിക്കും? ഒരേ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഡി ബ്ലോക്കിന് ഇതേപോലെ നോക്കാം. ഓക്കെ, ഡി ബ്ലോക്ക് ഞാനിവിടെ 3D സീരീസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 മുതൽ 12 വരെയുള്ള 3D സീരീസിലുള്ള മൂലകങ്ങൾ. അതായത് സ്കാൻഡിയം മുതൽ സിങ്ക് വരെയാണ് എടുത്തിട്ടുള്ളത്. നോക്കൂ, സ്കാൻഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 21 ആണ്. സിങ്ക് എത്രയെങ്കിലേക്കും അത് 30 മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൻ്റെ ഇലക്ട്രോൺ വിന്യാസം മാത്രമാണ് ഇവിടെ എഴുതുന്നത്. ഫസ്റ്റ് ഇപ്പോൾ സ്കാൻഡിയം ആണെന്നുണ്ടെങ്കിൽ 3D1 4s2 ആണ് അല്ലേ. ടൈറ്റാനിയം ആണെന്നുണ്ടെങ്കിൽ 3D2 4s2 ആണ്. വനേഡിയം ആണെന്നുണ്ടെങ്കിൽ 3D3 4s2 ആണ്. ക്രോമിയം ആണെങ്കിൽ 3D5 4s1. എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം. 3D4 4s2 എന്നുള്ളത് 3D5 4s1 ആയിട്ട് മാറും. അങ്ങനെ പോയി സിങ്കിലേക്ക് എത്തുമ്പോഴും 3D10 4s2 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് 3D സീരീസ്. അല്ലാന്നുണ്ടെങ്കിൽ 4th പീരീഡിലുള്ള ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, എല്ലാത്തിൻ്റെയും അവസാനത്തെ ഷെല്ല് ഏതാണ്?
ഇലക്ട്രോൺ ഏറ്റവും അവസാനം ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് 3Dയിലാണെന്ന് നമുക്കറിയാം. പക്ഷെ അവസാനത്തെ ഷെല്ല് പക്ഷെ ഇപ്പോഴും എന്തായിരിക്കും? 4s ആണ്. എല്ലാത്തിൻ്റെയും അവസാനത്തെ ഷെല്ല് 4s ആണല്ലോ. എല്ലാ അവസാനത്തെ 4s സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? അപ്പൊ നോക്കൂ, നമ്മൾ പറഞ്ഞു മൂലകങ്ങൾ ഒരേപോലെയുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സവിശേഷതകൾ കാണിക്കുന്നത് അവരുടെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആയതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3D സീരീസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ ഒരു പീരീഡിൽ അല്ലെ, ഇപ്പം നമ്മളൊരു പീരീഡാണ് എടുത്തത്. ഈ പീരീഡിൽ നോക്കുമ്പോൾ എല്ലാ മൂലകങ്ങളും എങ്ങനെയാണ്? ഒരേപോലെയുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഉള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് 4th പീരീഡാണ്. ഇനി എഗെയിൻ നമ്മൾ 3rd ഗ്രൂപ്പായിട്ട് എടുക്കുകയാണ്. 3rd അല്ല, ആക്ച്വലി ഇത് 4th ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം, റുദർഫോർഡിയം ആണ് 4th ഗ്രൂപ്പ് കേട്ടോ. സോറി, അവിടെ മാറിപ്പോയതാണ്. 4th ഗ്രൂപ്പാണ്. ടൈറ്റാനിയം 3D സീരീസിലാണ്, സിർക്കോണിയം 4D സീരീസിലാണ്, ഹാഫ്നിയം 5D സീരീസാണ്, റുദർഫോർഡിയം 6D സീരീസാണ്. നോക്കൂ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എല്ലാം 3D2 4s2, 4D2 5s2, 5D2 6s2, 6D2 7s2. എഗെയിൻ എന്താണ്? ബാഹ്യതമ ഷെല്ലായിട്ടുള്ളത് S ആണ്. അവിടെ 2 ഇലക്ട്രോൺ ആണ്. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 4th ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ എല്ലാവരുടെയും ബാഹ്യതമ ഷെല്ലിൽ ഒരേ ഇലക്ട്രോൺ ആണുള്ളത്. അതുപോലെ നമ്മളൊരു പീരീഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ബാഹ്യതമ ഷെല്ലിൽ ഒരേ ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാവും നമുക്ക്? സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പിൽ മാത്രമല്ല അതേപോലെ തന്നെ പീരീഡിലും ഒരേപോലെയുള്ള സവിശേഷതകൾ കാണിക്കുന്ന മൂലകങ്ങളായിരിക്കും അല്ലേ? സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പിലും പീരീഡിലും ഒരേപോലുള്ള സവിശേഷതകൾ കാണിക്കുന്നവരാണ്. അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് ആർ ഷോയിങ് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ടോപ്പ് ടു ബോട്ടം ഫ്രം ദ ഗ്രൂപ്പ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഫ്രം ദ പീരീഡ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഇതിൽ നോക്കാനുള്ളത് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പറാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഔട്ടർ എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെയും അതിന് തൊട്ട് ഉള്ളിലുള്ള ആന്തരിക ഡി സബ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെയും എണ്ണത്തിനോട് ഈക്വൽ ആയിരിക്കും ഒരു ഡി ബ്ലോക്ക് മൂലകം അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ മെറ്റലിൻ്റെ അല്ലെങ്കിൽ സംക്രമണ മൂലകത്തിൻ്റെ എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, ഇവിടെ നമ്മൾ എടുക്കുന്നത് 4th ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം നോക്കൂ അവിടെ ഇപ്പോൾ ടൈറ്റാനിയം ആണെന്നുണ്ടെങ്കിൽ 3D2 4s2 അവസാനത്തെ എസ് സബ് ഷെല്ല് പ്ലസ് അതിൻ്റെ ഉള്ളിലുള്ള ഡി സബ് ഷെല്ല്, അല്ലെങ്കിൽ നമ്മളതിനെ പറയാം പെനൾട്ടിമേറ്റ് സബ് ഷെല്ല് എന്നാണ്. അവിടെയുള്ള 2 + 2 4 അല്ലെ? ഗ്രൂപ്പ് നമ്പർ 4 ആണ്. എഗെയിൻ സിർക്കോണിയം ആണെന്നുണ്ടെങ്കിൽ 2 + 2 ഗ്രൂപ്പ് നമ്പർ 4 ആണ്. നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ സ്കാൻഡിയം എടുക്കൂ. സ്കാൻഡിയം ആണെന്നുണ്ടെങ്കിൽ ഡിയിൽ 1 ഇലക്ട്രോൺ, എസിൽ 2 ഇലക്ട്രോൺ, 2+1 ഗ്രൂപ്പ് നമ്പർ 3. എഗെയിൻ സിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഡിയിൽ 10 ഇലക്ട്രോൺ, എസിൽ 2 ഇലക്ട്രോൺ, 10ഉം 2ഉം എത്രയാണ്? 12 ആണ്, ഗ്രൂപ്പ് നമ്പർ 12. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അവസാനത്തെ എസ് സബ് ഷെല്ലിൻ്റെയും അതിന് തൊട്ട് ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിൻ്റെയും ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ എന്ത് എന്ന് പറയുന്നത്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് ഡി ബ്ലോക്ക് എലിമെന്റ്സ് പറയാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ അയണിൻ്റെ ഒരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. നോക്കൂ, അയണിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട് ഞാൻ ഇവിടെ എടുത്തത് FeCl2 എന്നാണ്. അതിനെ പറയുന്നത് ഫെറസ് ക്ലോറൈഡ് എന്നാണ്. രണ്ടാമത്തെ കോമ്പൗണ്ടാണ് FeCl3 ഫെറിക് ക്ലോറൈഡ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ FeCl2ൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്. FeCl3ൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആണ്. ഓക്കെ, നമ്മൾ എസ് ബ്ലോക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. എസ് ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ മൂലകങ്ങളുടെയും, ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ മൂലകങ്ങളുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണെന്ന് അല്ലേ? പക്ഷെ ഇവിടെ നോക്കൂ, 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അയൺ എന്ന് പറയുന്ന ആൾ തന്നെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. 2+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്, അതേപോലെ തന്നെ 3+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്
ഒരു മൂലകം തന്നെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം 1s മുതൽ 4s വരെയുള്ള സബ്ഷെല്ലുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അല്ലേ. അയണിൻ്റെ ഇലക്ട്രോൺ നമ്പർ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം 2 ഇലക്ട്രോൺ 1sൽ പോയി, അഗെയിൻ 2 ഇലക്ട്രോൺ 2sൽ പോയി. ഇനി 2pയിൽ എത്ര ഇലക്ട്രോൺ ആണ്? 6 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആയി എന്നൊന്ന് എണ്ണി നോക്കിക്കേ, 10 ഇലക്ട്രോൺ ആയി. ഓക്കെ, ഇനി 3sൽ 2 എണ്ണം പോയി, 3pയിൽ അഗെയിൻ ഇതേപോലെ തന്നെ 6 ഇലക്ട്രോണുകൾ എത്തി. ഓക്കെ, ഇനി അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക? 3Dയിലേക്കാണോ 4sലേക്കാണോ? 4sലേക്കാണ് പോവുക അല്ലേ. കാരണം നമ്മൾ പറഞ്ഞിരുന്നു 3Dയേക്കാൾ ഊർജം കുറവ് ആർക്കാണ്? 4sനാണെന്ന്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെൽ എപ്പോഴും 4s ആണെന്നുണ്ടെങ്കിൽ പോലും ഊർജം കുറവ് 3Dനെ അപേക്ഷിച്ച് ഊർജം കുറവ് 4sനാണ്. അതുകൊണ്ട് അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ട് പോയി? 4sലേക്ക് പോയി. ഇനി അപ്പോൾ ഇത്രയും എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 20 ഇലക്ട്രോണുകളാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പോൾ 26 ആവണമെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോണുകളും കൂടെ വേണം അല്ലേ. ആ 6 ഇലക്ട്രോണിനെ എവിടെയാണ് കാണുക? 6 ഇലക്ട്രോണിനെ എവിടെയാണ് കാണുന്നത്? 3Dയിലാണ് കാണുന്നത്. ഓക്കെ, 6 ഇലക്ട്രോണുകൾ 3Dയിൽ നിറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. ഏറ്റവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് അവസാനത്തെ സബ്ഷെല്ലിൽ നിന്നായിരിക്കുന്നു. അവസാനത്തെ സബ്ഷെല്ല് ഇവിടെ 4s ആണ്. സോ എന്താണ്? 2 ഇലക്ട്രോണുകൾ ഇവിടുന്ന് പോയി. ഓക്കെ, 2 ഇലക്ട്രോണുകൾ ഇവിടുന്ന് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Fe2+ എന്ന് കിട്ടും. ഇനി നോക്കൂ, 4sൽ ഇപ്പോൾ ഇനി ഇലക്ട്രോൺ ഒന്നുമില്ല. ഇനി ഒരു ഇലക്ട്രോൺ ഡിയിൽ നിന്ന് പോവാണ്. ഓക്കെ, ഒരു ഇലക്ട്രോൺ ഡിയിൽ നിന്ന് പോവാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ടോട്ടലായിട്ട് എത്ര ഇലക്ട്രോൺ പോയി? 4sൽ നിന്ന് 2 ഇലക്ട്രോണും പോയി, 3Dയിൽ നിന്ന് 1 ഇലക്ട്രോണും പോയി അല്ലേ. ടോട്ടലായിട്ട് 3 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ഇപ്പോൾ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്നാണ് നമ്മൾ പറയാം? Fe3+ ആണ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എസിൽ നിന്നും ഡിയിൽ നിന്നും ഒരേപോലെ ഇലക്ട്രോൺ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിനും ഡിക്കും ഊർജ വ്യത്യാസം എന്താണ്? എസ് സബ്ഷെല്ലും ഡി സബ്ഷെല്ലും തമ്മിൽ വലിയൊരു ഊർജ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഡിയിൽ നിന്നും എസിൽ നിന്നും ഒരേപോലെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാനുള്ള കാരണം. ഓക്കെ, നമ്മൾ അടുത്തൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, മാംഗനീസ്. മാംഗനീസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. 2+, MnCl2 നോക്കൂ, 2+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. MnO2 ആണെങ്കിൽ 4+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn2O3 ആണെങ്കിൽ 5+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn2O7 ആണെങ്കിൽ 7+ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ എഗെയിൻ 25 ആണ് അല്ലേ. മാംഗനീസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ആ 25 ഇലക്ട്രോണുകളെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് Mn2+നെയാണ്. സോ Mn2+നെ എടുക്കാം. എങ്ങനെയാണ്? 4sൽ നിന്നാണ് ആദ്യം ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നത് അല്ലേ. 4sൽ നിന്ന് 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 2+ ആണ്. Mn2+ ആയി. ഓക്കെ, സോ Mn2+ന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇപ്പം എന്താണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d5 ആണ്. ഓക്കെ, ഇനി Mn4+ ആവണം. അതായത് 4 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടണം. ഇപ്പം 2 ഇലക്ട്രോൺ 4sൽ നിന്ന് പോയി. ഇനി 2 ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും പോവുക? 3D നിന്നായിരിക്കും പോവുക അല്ലേ. സോ 2 ഇലക്ട്രോൺ 3Dയിൽ നിന്ന് പോയി. ഇപ്പോൾ ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d3. ഇതാണ് Mn4+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി Mn5+ ആണെന്നുണ്ടെങ്കിലോ ടോട്ടലായിട്ട് ഇനി അവിടെ നിന്ന് എത്ര ഇലക്ട്രോണുകൾ പോകണം? എത്ര ഇലക്ട്രോണുകൾ വിട്ടു കൊടുക്കേണ്ടി വരും? 5 ഇലക്ട്രോണുകൾ വിട്ടു കൊടുക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, 3Dയിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, അങ്ങനെ 4 ഇലക്ട്രോൺ പോയിട്ടുണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും ഇനി പോവുക? എഗെയിൻ 3Dയിൽ ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണും കൂടെ പോയി. അങ്ങനെ ഇപ്പോൾ
ഇത്ര 3Dയിൽ നിന്ന് 3 ഇലക്ട്രോണും പോയി, 4sൽ നിന്ന് 2 ഇലക്ട്രോണും പോയി. അങ്ങനെ ടോട്ടലായിട്ട് 5 ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ Mn5+ എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസത്തിലേക്ക് എത്തപ്പെട്ടു. ഓക്കെ, സോ എങ്ങനെ വന്നു? 1s2, 2s2, 2p6, 3s2, 3p6, 3d2 എന്ന് കിട്ടി. ഇനി Mn+7 ആണെന്നുണ്ടെങ്കിലോ ടോട്ടലായിട്ട് 7 ഇലക്ട്രോണുകളെയാണ് നഷ്ടപ്പെടേണ്ടത്. ഇപ്പം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് 4sൽ നിന്ന് 2 ഇലക്ട്രോണും പോയിട്ടുണ്ട്, 3Dയിൽ നിന്ന് എത്ര ഇലക്ട്രോണുകളാണ് പോയത്? 3 ഇലക്ട്രോൺ. അങ്ങനെ 5 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി 7+7 ഇലക്ട്രോൺ നഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ 3Dയിൽ ബാക്കി 2 ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, ആ 2 ഇലക്ട്രോണുകളായിരിക്കും നഷ്ടപ്പെടുന്നത് അല്ലേ? അങ്ങനെ എന്ത് വരും? ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഇനി എന്തായിരിക്കും? 1s2, 2s2, 2p6, 3s2, 3p6. ഡിയിലുള്ള കംപ്ലീറ്റ് ഇലക്ട്രോൺസും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാംഗനീസിൻ്റെത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ എസിൽ നിന്നും ഡിയിൽ നിന്നും ഒരുപോലെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സബ്ഷെല്ലിൻ്റെയും ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജ വ്യത്യാസം വളരെ കുറവായതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ്? സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും ആന്തരിക ഷെല്ലിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി പറയാം, in transition metals the energy difference between outermost S subshell and the inner D subshell is very less. Hence in appropriate situations electrons in D subshell will also take part in chemical reactions. That is why transition metals are showing different oxidation states. Okay, ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽസ്, ഒരു സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അധികവും ഉണ്ടാക്കുന്നത് നിറമുള്ള സംയുക്തങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ ഞാനിവിടെ കാണിച്ചു തരാം. നോക്കൂ, ഫെറസ് സൾഫേറ്റ് നല്ല ഒരു ഗ്രീനിഷ് ടച്ചുള്ള ഒരു കളറാണ് അല്ലേ? ഇതാണ് KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഒരു പിങ്ക് വയലറ്റ് കളറുള്ളതാണ്. ദെൻ കൊബാൾട്ട് നൈട്രേറ്റ് ആണെങ്കിൽ ഒരു ഓറഞ്ച് റെഡ് കളറിലാണുള്ളത്. ഓക്കെ, അടുത്താണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണുള്ളത്. അപ്പം ഇതേപോലെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നൊക്കെ പറയുന്ന ഇത്തരം ആളുകൾ എന്താണ്? നിറമുള്ള സംയുക്തങ്ങൾ അല്ലെങ്കിൽ കളേർഡ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇത്തരം കളേർഡ് കോമ്പൗണ്ട്സിനുള്ള കാരണം എന്താണ്? അതിലുള്ള അയോണുകളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മാംഗനീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ കണ്ടു, +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. Mn+2 അയോൺ, Mn+4 അയോൺ, Mn+5 അയോൺ, Mn+7 അയോൺ അല്ലേ? അങ്ങനെ ഓരോ അയോണിനും ഓരോ നിറങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം അതിലുള്ള അയോണുകളാണ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഉൽപ്രേരക സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കറ്റാലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ വേഗത കൂട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഉൽപ്രേരകങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് കോണ്ടാക്ട് പ്രോസസ്സ്. അവിടെ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ് നമുക്ക് ഒരു ടാൻ കളറാണ്, ഒരു യെല്ലോ കളറാണ് അതിന് അല്ലേ? അടുത്താണ് ഹേബർ പ്രോസസ്സ്. ഹേബർ പ്രോസസ്സ് എന്താണ്? അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റാണ് സ്പോഞ്ചി അയൺ. ഓക്കെ, അടുത്താണ് ഹൈഡ്രോജിനേഷൻ, അതായത് വനസ്പതിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്. അവിടെ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റാണ് നിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ രണ്ട് സവിശേഷതകൾ നമ്മൾ കണ്ടു. ഒന്ന് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള കാരണം അതിലുള്ള അയോണുകളാണ്. രണ്ടാമത്തത് കറ്റാലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, ഉൽപ്രേരക സ്വഭാവം കാണിക്കുന്നുണ്ട് അല്ലേ? സോ എന്തുകൊണ്ടാണ് ഇവർ ഉൽപ്രേരക സ്വഭാവം കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരേ സമയം ഓക്സീകാരിയായിട്ടും നിരോക്സീകാരിയായിട്ടും അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഉൽപ്രേരക സ്വഭാവത്തെ പറ്റി നമ്മൾ പറഞ്ഞത്.
ഓക്കെ, ഇനി നമ്മൾ എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി നോക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ നിങ്ങൾക്കറിയാം, പീരിയോഡിക് ടേബിളിലെ ഏറ്റവും താഴെയുള്ള 2 പീരീഡിൽ ആണ് നമ്മൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ലാന്തനത്തിന് ശേഷമുള്ള സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ്. അതുപോലെ തന്നെ ആക്ടിനിയത്തിന് ശേഷമുള്ള തോറിയം മുതൽ ലൗറാൻഷ്യം വരെയുള്ള മൂലകങ്ങൾ, ഇവരാണ് ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാന്തനത്തിന് ശേഷം സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെ ആക്ടിനോയിഡുകളാണ്. ആക്ടിനിയത്തിന് ശേഷം തോറിയം തൊട്ട് ലൗറാൻഷ്യം വരെ ആക്ടിനോയിഡുകളാണ്. അപ്പോൾ പേര് ഓർത്ത് വെക്കുക, ലാന്തനോയിഡുകൾ. ലാന്തനോയിഡ് എന്ന് പറഞ്ഞാൽ ലാന്തനം കഴിഞ്ഞു വരുന്ന മൂലകങ്ങളാണ്. ആക്ടിനോയിഡുകൾ എന്ന് പറഞ്ഞാൽ ആക്ടിനിയം കഴിഞ്ഞു വരുന്ന മൂലകങ്ങളാണ്. എത്ര മൂലകങ്ങളാണ് ഓരോ പീരീഡിലും എഫ് ബ്ലോക്കിലുള്ളത്? 14 മൂലകങ്ങളാണ്. ഇപ്പോൾ ലാന്തനോയിഡ് ആണെന്നുണ്ടെങ്കിൽ സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെയാണ് നമ്മൾ പറഞ്ഞു. അതായത് അറ്റോമിക് നമ്പർ 58 മുതൽ 71 വരെയാണ്. ദെൻ ആക്ടിനോയിഡ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ അറ്റോമിക് നമ്പർ 90, തോറിയം മുതൽ ലൗറാൻഷ്യം അറ്റോമിക് നമ്പർ 103 വരെ 14 മൂലകങ്ങളാണ് ഓരോ പീരീഡിലും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇവരുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഇവരും ഇതേപോലെ തന്നെയാണ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. നമ്മൾ ഡി ബ്ലോക്കിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ കൃത്രിമ മൂലകങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ്, മാൻമെയ്ഡ് എലിമെൻറ്റ്സ് ആണ്. അതേപോലെ യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഉൽപ്രേരകങ്ങൾ നമ്മൾ പറഞ്ഞു, കാറ്റലിസ്റ്റ് ആയിട്ട് പെട്രോളിയം ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്നുണ്ട്, എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് 4 സവിശേഷതകളാണുള്ളത്. ഒന്ന് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ദേ ആർ ഷോയിങ് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടാമത്തേത് ആക്ടിനോയിഡുകൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളും കൃത്രിമ മൂലകങ്ങളുമാണ്. ആക്ടിനോയിഡ് എലിമെൻറ്റ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലിമെൻറ്റ്സ് ആൻഡ് ആൾസോ ആർട്ടിഫിഷ്യൽ എലിമെൻറ്റ്സ്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്നിവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എലിമെൻറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ദെൻ ഉൽപ്രേരകങ്ങളായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ദേ ആർ യൂസിങ് ആസ് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. അപ്പോൾ ഇത്രയുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. നിങ്ങൾക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ നമ്മൾ പറഞ്ഞു, പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അവസാനത്തെ 2 പീരീഡ്. നമ്മളതിനെ പറയുന്നത് ലാന്തനോയിഡുകൾ എന്നാണ്. ലാന്തനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ലാന്തനം വരുന്നതാണ്. ഓക്കെ, സീറിയം മുതൽ ലുട്ടീഷ്യം വരെയുള്ള 14 എലിമെൻറ്റുകളാണ് ലാന്തനോയിഡുകൾ. ആക്ടിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിനിയത്തിന് ശേഷം വരുന്ന തോറിയം മുതൽ ലൗറാൻഷ്യം വരെയുള്ള 14 മൂലകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ നമ്മളെടുത്ത് എപ്പോഴും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ അതിൻ്റെ നിറം, എന്തുകൊണ്ടാണ് ഇവർ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മളെടുത്ത് ചോദ്യം വരും. എന്തുകൊണ്ട് ഇവരെ ഉൽപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നും നമ്മളെടുത്ത് ചോദ്യം വരും. എന്തുകൊണ്ട് ഉൽപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു? കാരണം ഇവർ ഒരേ സമയം നിരോക്സീകാരിയായിട്ടും ഓക്സീകാരിയായിട്ടും അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റായിട്ടും ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ എന്തുകൊണ്ട് നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അയോണുകളുടെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് അയോൺ ആണ്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിയും എസും സബ്ഷെല്ലുകൾ തമ്മിൽ വലിയ ഊർജ്ജ വ്യത്യാസം അല്ലെങ്കിൽ എനർജി ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് എസിൽ നിന്നും ഡിയിൽ നിന്നും ഇലക്ട്രോണുകളെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരാണ്. സോ താങ്ക് യു. സീ യു വിത്ത് നെക്സ്റ്റ് ലെസൺ. ബൈ.